ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഇനി ഒരു ദാക്ഷിണ്യവും ഇല്ലെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര അതിർത്തികളുടെ 15 കിലോമീറ്ററിനുള്ളിലുള്ള എല്ലാ അനധികൃത കെട്ടിടങ്ങളും അടിയന്തരമായി പൊളിച്ചു നീക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കർശന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും അതിർത്തി പ്രദേശങ്ങളിലെ പ്രീണന രാഷ്ട്രീയത്തിനും മുകളിൽ രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും മാത്രമാണ് പ്രധാനം എന്ന് വ്യക്തമാക്കുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമാണിത്. രാജസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ബിക്കാനേറിൽ ചൊവ്വാഴ്ച ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി ഈ നിർണായക നിർദ്ദേശം നൽകിയത്. അതിർത്തി സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ദയയും പാടില്ല എന്നാണ് വിവിധ സുരക്ഷാ അധികാര കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം. ഇതോടൊപ്പം അതിർത്തി ജില്ലകളിലെ കളക്ടർമാർക്ക് കൂടുതൽ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലെ സംശയാസ്പദമായിട്ടുള്ള ബാങ്കിംഗ് ഇടപാടുകൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും ഇനി മുതൽ കളക്ടർമാർക്ക് നേരിട്ട് ഇടപെടാം. അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് വ്യാപനം എന്നിവയ്ക്ക് പിന്നിലുള്ള കള്ളപ്പണ ശൃംഖലകളെയും അവരുടെ ധനസ്രോതസ്സുകളെയും പ്രവർത്തന രീതികളെയും കുറിച്ച് വിശദമായി പഠിച്ച് സ്ഥിരമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ രൂപപ്പെടുത്താനും അമിത്ഷാ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ അതിർത്തി ജില്ലയിലും പൗരന്മാർ, സംസ്ഥാന ഭരണ സംവിധാനം, സുരക്ഷാ ഏജൻസികൾ എന്നിവയെ പരസ്പരം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു 360 ഡിഗ്രിയിലുള്ള സമഗ്രമായിട്ടുള്ള സുരക്ഷാ കവചം രൂപപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഭാരതത്തിന്റെ അതിർത്തി സുരക്ഷ ദശാബ്ദങ്ങളായി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അതിർത്തി ഗ്രാമങ്ങളിലെ അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യാ വ്യതിയാനവും അനധികൃത നിർമ്മാണങ്ങളും. മുൻകാല സർക്കാരുകളുടെ ദുർബലമായിട്ടുള്ള നയങ്ങളും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ള പ്രീണന രാഷ്ട്രീയവും കാരണം അതിർത്തികളിൽ അനാവശ്യ കെട്ടിടങ്ങളും മതപരമായിട്ടുള്ള കേന്ദ്രങ്ങളും നിയമവിരുദ്ധമായി ഉയർന്നു വന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്കും കള്ളക്കടത്തുകാർക്കും ഡ്രോൺ വഴിയുള്ള മയക്കുമരുന്ന് ആയുധ കടത്തുകാർക്കും ഒളിത്താവളങ്ങളായി ഇത്തരം അനധികൃത കെട്ടിടങ്ങൾ മാറുന്നു എന്ന കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ കടുത്ത നടപടി വരുന്നത്. കഴിഞ്ഞ ഭരണാധികാരികൾ കണ്ണടച്ചുവിട്ട സുരക്ഷാ വീഴ്ചകളെയാണ് മോദി സർക്കാർ ഇപ്പോൾ വേരോടെ പിഴുതെറിയുന്നത്. അതിർത്തിയുടെ 15 കിലോമീറ്ററിനുള്ളിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള ഈ ഉത്തരവിന് വലിയ തന്ത്രപ്രധാന പ്രാധാന്യമുണ്ട്. പാകിസ്ഥാനും ചൈനയും ഭാരതത്തിന്റെ അതിർത്തികളിൽ നിരന്തരം അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിർത്തി ഗ്രാമങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കേണ്ടത് അനിവാര്യമാണ്. പഞ്ചാബിലും രാജസ്ഥാനിലും ഡ്രോണുകൾ ഉപയോഗിച്ച് ഹെറോയിനും ആയുധങ്ങളും അതിർത്തി കടത്തുന്ന പാക് ശൃംഖലകളുടെ സാമ്പത്തിക വേരുകൾ അറുക്കുകയാണ് കളക്ടർമാർക്ക് ബാങ്കിംഗ് പരിശോധന അധികാരം നൽകിയതിലൂടെ സർക്കാർ ചെയ്യുന്നത്. ജനങ്ങളെയും പ്രാദേശിക ഭരണകൂടത്തെയും സൈന്യത്തെയും ഒരേ കോർഡിനേഷനിൽ കൊണ്ടുവരുന്ന 360 ഡിഗ്രി സുരക്ഷാ സിദ്ധാന്തം ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ പുതിയൊരു നാഴികക്കല്ലാണ്. ദേശീയ സുരക്ഷ എന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ഒന്നാണെന്ന് ഭാരതം ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അതിർത്തികളിൽ നിയമവിരുദ്ധമായി 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറാൻ ആരെയും അനുവദിക്കില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ ശക്തമായിട്ടുള്ള തീരുമാനം ഭാരതത്തിന്റെ പരമാധികാരത്തെ കൂടുതൽ ശക്തമാക്കും. മുൻകാലങ്ങളിലെ നിസ്സംഗതയുടെ കാലം കഴിഞ്ഞെന്നും ഇത് പുതിയ ഭാരതമാണെന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് അമിത്ഷായുടെ ഈ നടപടി. ന്യൂസ് ഡെസ്ക്.